ഹായ് എവരിവൺ, നമ്മളിന്ന് ഇൻകം ടാക്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ടാക്സ് എന്താണെന്ന് ജസ്റ്റ് ബേസിക്സ് ഒന്ന് നോക്കാം. മെയിനായിട്ട് ഇന്ത്യയിൽ ടാക്സിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ടാക്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തി അവനവൻ്റെ ടാക്സ് നേരിട്ട് തന്നെ പേ ചെയ്യുകയാണെങ്കിൽ അതിന് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. അതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് മറ്റൊരു മീഡിയേറ്റേഴ്സ് വഴി ടാക്സ് പേ ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് ആണ് ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിന്റെ എക്സാമ്പിൾസ് ആണ് സെയിൽസ് ടാക്സ്, GST, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, എക്സെട്ര. ഇതിനകത്ത് ഡയറക്റ്റ് ടാക്സിൽ അണ്ടറിൽ വരുന്ന ഇൻകം ടാക്സ് ആണ് നമ്മൾ ഈ ഒരു സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇൻകം ടാക്സ് എന്താണെന്ന് നമുക്ക് ബ്രീഫ് ആയിട്ടൊന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ഡയറക്റ്റ് ടാക്സ്, നമ്മൾ ടാക്സ് ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഒരു ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ആനുവൽ ടാക്സ്. നമ്മൾ വർഷത്തിൽ ഒരു തവണയായിരിക്കും ടാക്സ് പേ ചെയ്യുന്നത്. നമ്മൾ റിട്ടേൺ ഒക്കെ ഫയൽ ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ഡേറ്റിനുള്ളിലായിരിക്കും നമ്മൾ ആ ഇൻകം ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് പേ ചെയ്യുന്നത്. ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ടോട്ടൽ ഇൻകം. ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിന്റെ ബേസിസിൽ ആണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. എന്നിട്ട് ആ എമൗണ്ട് ആയിരിക്കും നമ്മൾ പേ ചെയ്യുന്നത്. ഈ ടോട്ടൽ ഇൻകത്തിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് തുടർന്നുള്ള ടോപ്പിക്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ടാക്സ് പെയ്ഡ് ഓൺലി ഇഫ് ഇറ്റ് എക്സീഡ്സ് മിനിമം ലിമിറ്റ്. ഒരു വ്യക്തി ഒരു മിനിമം ലിമിറ്റ് ഉണ്ട്, ടാക്സ് ഇത്ര ടോട്ടൽ ഇൻകം ഇത്ര ലിമിറ്റിന് മേലാണെങ്കിൽ മാത്രം ടാക്സ് പേ ചെയ്താൽ മതി എന്നുണ്ട്. സോ ആ ഒരു മിനിമം ലിമിറ്റിൽ എക്സീഡ് ആവുകയാണെങ്കിൽ മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, ടാക്സ് പെയ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ഇൻകം. നമ്മൾ മെയിനായിട്ട് ഇൻകം ടാക്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് പ്രീവിയസ് ഇയർ, അസസ്മെന്റ് ഇയർ എന്നൊക്കെ. നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയറിന്റെ ബേസിസിലായിരിക്കും ഒരു വ്യക്തി ടാക്സ് പേ ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയറിലെ ടാക്സിന് അയാളുടെ ടോട്ടൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് എമൗണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അസസ്മെന്റ് ഇയറിൽ ടാക്സ് പേ ചെയ്യും. ഈ പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെന്റ് ഇയർ എന്താണ്, ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ നമ്മൾ ഇനി പഠിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, ടാക്സ് പേ ടു സെൻട്രൽ ഗവൺമെന്റ്. നമ്മൾ സെൻട്രൽ ഗവൺമെന്റിനാണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ടു അസസ്മെന്റ് ഇയർ, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് AY എന്ന് പറയും. അപ്പൊ ഈ അസസ്മെന്റ് ഇയർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസസ്മെന്റ് ഇയർ ഈസ് എ പീരിയഡ് ഓഫ് 12 months കമൻസിങ് ഓൺ ദി ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ എവറി ഇയർ. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താ, ഏപ്രിൽ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 12 month ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. അതായത് 1 April to 31 March വരെയാണ് നമ്മൾ ഒരു അസസ്മെന്റ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു പീരീഡിലായിരിക്കും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020-21, ദാറ്റ് ഈസ് ഫ്രം 1/4/2021 to 31/3/2022. അപ്പൊ ഈ ഒരു പീരീഡിലായിരിക്കും നമ്മൾ ഇൻകം ടാക്സിൽ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്ത് ടാക്സ് പേ ചെയ്യുന്നത്. അതായിരിക്കും ഈ അസസ്മെന്റ് ഇയറിൽ നടക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദി അസസ്മെന്റ് ഇയർ ഈസ് കോൾഡ് പ്രീവിയസ് ഇയർ. അതായത് അസസ്മെന്റ് ഇയർ നമ്മൾ തൊട്ട് മുമ്പേ കണ്ടു, അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് എന്ത്, പ്രീവിയസ് ഇയർ. അപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു ഡെഫിനിഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം അസസ്മെന്റ് ഇയർ പറഞ്ഞിട്ട് പിന്നെ പ്രീവിയസ് ഇയർ പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെന്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള ഇയറിനെയാണ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിനാണ് നമ്മൾ അസസ്മെന്റ് ഇയറിൽ ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കറന്റ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2020-21, that is from 1/4/2020 to 31/3/2021. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി തുടർന്നുള്ള ചാപ്റ്റേഴ്സിലൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയർ എന്നൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണും. ഓക്കെ, അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, അസസ്സി. അസസ്സി എന്ന് പറഞ്ഞാൽ ഒരു ബ്രീഫ് ആയിട്ട് പറയുവാണെങ്കിൽ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ആള്.
ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ ആണ് താഴെ ഇപ്പൊ പറയാൻ പോകുന്നത്. Assessee is a person by whom tax or any other sum of money is payable under the act. അതായത് assessee എന്ന് പറയുന്നത് ടാക്സോ ഒരു പേഴ്സൺ ആണ് കേട്ടോ. ടാക്സോ അല്ലെങ്കിൽ എനി അതർ സം ഓഫ് മണി ആക്ടിന്റെ ബേസിസിൽ പേയബിൾ ആയിട്ടുണ്ടെങ്കിൽ, അത് ടാക്സും ആവാം അല്ലെങ്കിൽ ടാക്സ് ഇപ്പോൾ പേ ചെയ്യാൻ ഫെയിൽ ആയിട്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരും. സോ അതും കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ ഒരു ഡെഫിനേഷനിൽ. അപ്പൊ assessee is a person by whom tax or any other sum of money is payable under the act and includes a persons. അപ്പൊ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു 4 ടോപ്പിക്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പേഴ്സൺസിനെ പറ്റിയാണ്. അപ്പൊ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹു ഈസ് ലയബിൾ ടു പേ ടാക്സ്. അത് നമ്മൾ ആ നേരത്തെ ഈ ഒരു ഡെഫിനേഷനിൽ പറഞ്ഞ പോലെ തന്നെ ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള ആള്. ഓക്കെ. സെക്കൻഡ് വൺ, ഇൻ റെസ്പെക്ട് ഓഫ് whom any proceeding under the act has been taken for the assessment of his income. അതായത് ഒരു വ്യക്തി ടാക്സ് പേ ചെയ്യാൻ അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യണമെങ്കിൽ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു പ്രൊസീഡിങ്സ് ഉണ്ടാവുമല്ലോ. സോ ആ ഒരു പ്രൊസീഡിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ നമുക്ക് അസസ് ചെയ്യുന്ന തന്നെ പറയാം. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. Third one, who is deemed to be an assessee under the provision of act. Deemed to be an assessee. ഇതെന്താണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, who is deemed to be an assessee in default under the provision of the act. അത് നമുക്ക് അടുത്തൊരു പോയിന്റ് ആയിട്ട് പഠിക്കാം. അപ്പൊ deemed to be an assessee in default എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇനി ഡീംഡ് അസസി എന്താന്ന് നോക്കാം. Person who have to pay tax not in respect of himself but in respect of other person. അതായത് ഒരു വ്യക്തി അവനവന് വേണ്ടി ടാക്സ് പേ ചെയ്യാതെ മറ്റൊരു വ്യക്തിയെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാരന്റ് ഓഫ് എ മൈനർ ചൈൽഡ്. ഇപ്പൊ ഒരു മൈനർ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 18 വയസ്സിന് താഴെയുള്ള കുട്ടി ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. മേ ബി ആ ഒരു കുട്ടി ഒരു ആക്ടറോ ആക്ട്രസോ ആയിരിക്കാം. സോ ആ ഒരു കുട്ടിക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് മിനിമം ലിമിറ്റിന് എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻകം പേ ചെയ്യുന്ന ആ കുട്ടിയുടെ പേരിലായിരിക്കില്ല. ആ കുട്ടിയെ റെപ്രസെന്റ് ചെയ്തിട്ട് ആ കുട്ടിയുടെ പാരന്റ് ആയിരിക്കും, പാരന്റ് ഓഫ് എ മൈനർ ചൈൽഡ്. അപ്പൊ ഏത് പാരന്റിന്റെ ഇൻകത്തിലായിരിക്കും അത് ക്ലബ് ചെയ്യുന്നതെന്നൊക്കെയുള്ളത് നമ്മൾ തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ പഠിക്കും. ഏതെങ്കിലും അച്ഛൻ്റെയോ അമ്മയുടെയോ ഇൻകം ഒക്കെ ഒരു കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്, അത് ഏത് പാരന്റിന്റെ ഇൻകത്തിലാണ് അത് ക്ലബ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതൊക്കെ നമ്മൾ ഇനി പഠിക്കും തുടർന്നുള്ള ചാപ്റ്റേഴ്സിൽ. ഇതാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഇനി അസസി ഇൻ ഡീഫോൾട്ട് എന്താന്ന് നോക്കാം. When a person liable to comply with legal requirements under the act fails to do so, he becomes an assessee in default. അതായത് ആക്ട്, ഇൻകം ടാക്സ് ആക്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു വ്യക്തി ഇന്നതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള ഒരാൾ ഇന്നതുപോലെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഒരു ആക്ടിൽ പറയുന്നുണ്ടാവും. അത് ഫെയിൽ ആവുകയാണെങ്കിൽ, ആ ഒരു പറയുന്ന കാര്യം ചെയ്യാൻ ഫെയിൽ ആവുകയാണെങ്കിൽ ആ അസസിനെ പറയുന്നതാണ് എന്ത്, അസസി ഇൻ ഡീഫോൾട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു എംപ്ലോയിയുടെ സാലറി പേ ചെയ്യുന്ന സമയത്ത് കൈയോടെ തന്നെ TDS പിടിക്കണമെന്നുണ്ട്. TDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അതായത് സാലറി ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ടാക്സ് കുറച്ചിട്ട് വേണം എന്ത് എംപ്ലോയിക്ക് സാലറി പേ ചെയ്യാൻ. ഈ ഒരു കാര്യം, ഈ ഒരു ഡിഡക്ഷൻ ചെയ്യാൻ എംപ്ലോയർ മറന്നു പോവാണ് അല്ലെങ്കിൽ വിട്ടു പോവാണെന്നാണെങ്കിൽ he becomes assessee in default. When he fails to do so, he becomes assessee in default. അതാണ് assessee in default ന്റെ ഡെഫിനിഷൻ. ഓക്കെ. അപ്പൊ നമ്മൾ മുൻപേ കണ്ടു, ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിന്റെ ബേസിസിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എന്നിട്ട് പേ ഓഫ് ചെയ്യേണ്ട എമൗണ്ട് ഒക്കെ കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻകം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഇൻകം എന്താണ്, അതിന്റെ ഫീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ, any monetary benefits derived from a definite source is called income. ഒരു ഡെഫിനിറ്റ് സോഴ്സിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റിനെയാണ്, അത് മോണിറ്ററി ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, ഡെഫിനിറ്റ് സോഴ്സ്. നമുക്ക്
ഇൻകം എവിടെ നിന്നാണോ ഉണ്ടാകുന്നതെന്നുള്ളത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് വേണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണമാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഒരു റെന്റോ, നമ്മൾ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിനോ വല്ലതൊക്കെ റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഒരു ഇൻകം, അങ്ങനെ ഒരു ഡെഫിനറ്റ് സോഴ്സ് ഉണ്ടാവണം ഇൻകത്തിന്. നെക്സ്റ്റ് പോയിന്റ്, കം ഫ്രം ഔട്ട്സൈഡ്. കം ഫ്രം ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ കനോട്ട് ഏൺ ഇൻകം ഫ്രം ഹിംസെൽഫ്. സ്വയം ഒരു വ്യക്തിക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഒരു ഉദാഹരണമാണെങ്കിൽ ഒരു ബിസിനസ്സിൽ ഒരു ഹെഡ് ഓഫീസും ബ്രാഞ്ചും ഉണ്ടെന്ന് വിചാരിച്ചു. സോ ഈ ഇന്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷന് കിട്ടുന്ന ഇൻകത്തിനെയൊന്നും നമുക്ക് ഇവിടെ ഈ ഒരു കേസിൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിൽ നമ്മളത് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യില്ല. നെക്സ്റ്റ് വൺ, ടേന്റഡ് ഓർ ഇല്ലീഗൽ ഇൻകം. അതായത് ഇൻകം എന്ന് പറയുന്നത് അത് ലീഗൽ ആയാലും ശരി ഇല്ലീഗൽ ആയാലും ശരി നമ്മൾ രണ്ടും ഇൻകം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അത് ഒരു ഡിഫറൻസ് അവിടെ കാണുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയാലും മോശം രീതിയിൽ ഉണ്ടാക്കിയാലും നമ്മൾ ടാക്സിന്റെ പരിധിയിൽ വരുമ്പോൾ അത് വെറും ഇൻകം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്, എങ്ങനെ ഏൺ ചെയ്തതാണെങ്കിലും. നെക്സ്റ്റ് പോയിന്റ്, ടെമ്പററി ഓർ പെർമനന്റ് ഇൻകം. ഇൻകം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കിട്ടുന്ന വരുമാനമായാലും ശരി, അതല്ല ടെമ്പററി ആയിട്ട് കിട്ടുന്ന വരുമാനമാണെങ്കിലും ശരി, നമ്മൾ അതിനെ ഇൻകം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഇപ്പൊ ചിലപ്പോൾ ഒരു പേഴ്സണ് ഒരു വരുമാനം ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ചു. സോ അതുവരെ ആദ്യമായിട്ട് കിട്ടിയതല്ലേ, അല്ലെങ്കിൽ കിട്ടാതിരുന്നിട്ട് കിട്ടിയതല്ലേ എന്നൊന്നും അപ്പോൾ വിചാരിക്കില്ല. ആ ഒരു ഇൻകത്തിനെയും വരെ നമ്മൾ ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിൽ കൺസിഡർ ചെയ്യും. സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം മാത്രമല്ല, പെട്ടെന്ന് കിട്ടുന്ന വരുമാനത്തിനെ പോലും നമ്മൾ ഇൻകം ടാക്സ് പരിധിയിൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് പോയിന്റ്, മണീസ് ഓർ മണീസ് വർത്ത്. അതായത് ഇപ്പോൾ ത്രൂ ലിക്വിഡ് ക്യാഷ് തന്നെ വേണമെന്നില്ല, നമുക്കത് അല്ലാതെയുള്ള മണീസ് വർത്ത് ആയിട്ടുള്ള മതി. ഇപ്പൊ സപ്പോസ് ഗോൾഡ്, അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഷെയർസ്, അതിൽ നിന്ന് കിട്ടുന്ന ഇതിനെ വരെയും നമ്മൾ ഇൻകം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇപ്പൊ നമ്മളൊരു വ്യക്തിക്ക്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ലോട്ടറി അടിച്ചപ്പോൾ അതിനകത്ത് ക്യാഷ് മാത്രമല്ല, അതിനകത്ത് ചിലപ്പോൾ കാറും കൂടി സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. സോ ആ കാറിനെ വരെ നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൽ ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കാറിന്റെ വാല്യൂ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് പോയിന്റ് ഇസ് ഗിഫ്റ്റ്. ഇപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ട്, ഇത്ര ലിമിറ്റിന് മേലെ എമൗണ്ട് ഉള്ള വർത്ത് വാല്യൂ ഉള്ളതിനെയാണ് നമ്മൾ അവിടെ ഗിഫ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അതിനും നമ്മൾ ടാക്സ് കൊടുക്കണം. അതായത് നമ്മൾ ഒരാൾ വില കൂടിയ ഒരു സമ്മാനം നമുക്ക് ഇങ്ങോട്ട് തരുവാണെങ്കിൽ അതിന് വരെയും നമ്മൾ ടാക്സ് കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇൻകമിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു ടോട്ടൽ ഇൻകത്തിന്റെ ബേസിസിലാണ് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും നമ്മൾ നെറ്റ് ടോട്ടൽ ഇൻകത്തിലേക്ക് കടന്നിട്ടില്ല, ഗ്രോസ് ടോട്ടൽ ഇൻകത്ത് വരെ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണെന്ന് നോക്കാം. ദി ആഗ്രിഗേറ്റ് ഇൻകം അണ്ടർ ദി ഫോളോയിങ് 5 heads of income is termed as gross total income. ഇവിടെ നമ്മളൊരു 5 ടോട്ടൽ ഇൻകത്തിന്റെ ഒരു 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിനെ പറ്റി നമ്മളിവിടെ പറയുന്നുണ്ട്. സോ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഇൻകം ഫ്രം സാലറി. പേര് പോലെ തന്നെ ഒരു വ്യക്തിക്ക് സാലറി ആയിട്ട്, ഇപ്പോൾ ഒരു പേഴ്സൺ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ആ ഒരു ഇൻകത്തിനെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ ഒരു ഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഇൻകം ഫ്രം സാലറി. സെക്കൻഡ് വൺ ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരുപാട് ബിൽഡിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ഹൗസ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പൊ ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതിന് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ വരും. തേർഡ് പോയിന്റ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓർ ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ഇപ്പോൾ ഈ സാലറിയും റെന്റ് ഒന്നും കിട്ടാല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും നല്ലൊരു ബിസിനസ്സോ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രൊഫഷൻ, ഇപ്പൊ ഒരു ഡോക്ടറാണ് അയാൾക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക് ഉണ്ട്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ അല്ലെങ്കിൽ ഒരു വക്കീലൊക്കെ ആണ് അയാൾക്ക് സ്വന്തമായിട്ട് പ്രൊഫഷൻ ഉണ്ട്. സോ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ്, അതിനെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ ഒരു ഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫോർത്ത് വൺ ഈസ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മളൊരു ക്യാപിറ്റലായിട്ട് സൂക്ഷിച്ചിട്ടുള്ള ഒരു സാധനം വിൽക്കുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് കിട്ടുന്ന വരുമാനം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ലാൻഡ് ഉണ്ട്, ആ ഒരു ലാൻഡ് വിറ്റിട്ട് കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ ഒരു ഹെഡ് ആയിട്ട് കൺസിഡർ ചെയ്യും.
ലാസ്റ്റ് പോയിന്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. അതായത് മേൽ പറഞ്ഞ ഈ 4 ഹെഡ്സിലും പെടാത്ത എല്ലാ ടൈപ്പ് ഇൻകം വരുന്ന ഒരു ഹെഡാണ് എന്ത്, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു പേഴ്സണ് സഡൻ ആയിട്ട് ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടി, ഇതൊക്കെ വരുന്നത് ഈ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്. അതായത് ഡെഫിനറ്റ് ആയിട്ട് ഈ ഒരു 4 പോയിന്റിൽ വരാത്തതിനെ പെടുത്തുന്ന ഒരു ഹെഡാണ് എന്ത്, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയത് ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. അപ്പൊ ഇനി നമുക്ക് ടോട്ടൽ ഇൻകം എന്താന്ന് നോക്കാം. ടോട്ടൽ ഇൻകത്തിന് ടാക്സബിൾ ഇൻകം എന്നും പറയും. ടോട്ടൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഇൻകം ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ക്വാളിഫൈങ് ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A. അതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഡെഫിനിഷനെ ഒരു ഫോർമുല പോലെ പറയുവാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന പോലെ ഗ്രോസ് ടോട്ടൽ ഇൻകം ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80. 80യിൽ തന്നെ സബ്സെക്ഷൻസ് വരുന്ന 80C to 80U ഇത്രയും ഡിഡക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80നെ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്നും പറയും. ഇത്രയും ഗ്രോസ് ടോട്ടലിൽ നിന്ന് അപ്പൊ ഈ ഡിഡക്ഷൻസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇൻകത്തിനാണ് ഒരു വ്യക്തി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന അസസി ടാക്സ് പേ ചെയ്യേണ്ടത്. ഈ ഒരു ഇൻകത്തിൽ നമുക്ക് ഏത് റേറ്റ് ഒക്കെയാണ് അപ്ലിക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേറ്റ് നമ്മളിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് പേ ചെയ്യും. അപ്പൊ ഈ ഒരു ഇൻകത്തിന്റെ ബേസിസിലാണ് ഒരു വ്യക്തി ടാക്സ് പേ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡിഡക്ഷൻസ് cannot exceed ഗ്രോസ് ടോട്ടൽ ഇൻകം. അതായത് ടോട്ടൽ ഇൻകം ചെയ്തു വരുമ്പോൾ ഒരു നെഗറ്റീവ് ഫിഗർ വരാൻ പാടില്ല. ഗ്രോസ് ടോട്ടൽ ഇൻകം എപ്പോഴും കൂടുതലായിട്ട് നിൽക്കണം, അതിൽ കുറഞ്ഞിട്ടേ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് വരാൻ പാടുള്ളൂ. ഇത്രയാണ് ടോട്ടൽ ഇൻകം ഓർ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പേഴ്സൺസിനെ പറ്റിയാണ് നോക്കുന്നത്. ഇവിടെ ഇൻകം ടാക്സ് ആക്ടില് പേഴ്സൺസ് ആരൊക്കെയാണെന്നൊരു കുറച്ച് പേര് ഇവിടെ ലിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമുക്കത് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്സിനെയാണ്. അതായത് മെയിൽ ആവാം, ഫീമെയിൽ ആവാം, വെദർ മൈനർ ആവാം, മേജർ ആവാം, സിംഗിൾ ഓർ മാരീഡ് എക്സെട്ര, ആര് വേണമെങ്കിലും ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് വൺ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഓർ HUF. അതായത് ഇൻകം ടാക്സ് ആക്ടില് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊരു ഹിന്ദു ലോ പ്രകാരം സ്പെഷ്യലായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണ്. അതിനകത്ത് മാനേജർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി പേഴ്സണെ നമ്മൾ കർത്ത എന്ന് പറയുന്നു. ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കും അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് കമ്പനി. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, an artificial person created by law registered under Indian Companies Act 2013. Indian Companies Act 2013 പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് എന്ത്, കമ്പനി എന്ന് പറയുന്നത്. അതൊരു കമ്പനി ലോ പ്രകാരം രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ഈസ് ഫേം. ഫേം എന്ന് പറയുന്നത് ഇവിടെ വേറെ ഒന്നുമല്ല, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എ പാർട്ട്ണർഷിപ്പ് ഫേം ഫോംഡ് വിത്ത് എ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം 2 or more പേഴ്സൺസ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഫേമിനെ തന്നെയാണ് ഇവിടെ ഫേം എന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇത് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ a group of 2 or more persons join together for some common purpose. എന്തെങ്കിലും ഒരു കോമൺ പർപ്പസിന് വേണ്ടി 2 or more persons ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്പൈൻഡ് ഒരു പേഴ്സൺസിന്റെ ഒരു ഗ്രൂപ്പാണ്. അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. ഇതിനെ നമ്മൾ പേഴ്സൺ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലോക്കൽ അതോറിറ്റി. ഇവിടെ ലോക്കൽ അതോറിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എക്സെട്ര, ഇങ്ങനെയുള്ള ലോക്കൽ അതോറിറ്റീസ്. പിന്നെ ലാസ്റ്റ് പോയിന്റ് ആർട്ടിഫിഷ്യൽ ജുറിഡീഷ്യൽ പേഴ്സൺ. അതായത് എ പബ്ലിക് കോർപ്പറേഷൻ ഫോംഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട് ഓഫ് ലെജിസ്ലേച്ചർ. അതായത് സ്പെഷ്യൽ ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു പബ്ലിക് കോർപ്പറേഷൻ. ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി,
ടെമ്പിൾ എക്സെട്ര. ഇതാണ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം പേഴ്സൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു 6 പേരെയാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്താന്ന് നോക്കാം. ആവറേജ് റേറ്റ് ഓഫ് ടാക്സിന്റെ ഒരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഡ്യൂറിങ് ദ ഇയർ ഇൻറ്റു 100. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് പറയും. ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു പാരഗ്രാഫ് പോലെ എഴുതിയാൽ മതി. ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഡ്യൂറിങ് ദ ഇയർ ഇൻറ്റു 100. അപ്പോൾ നമുക്കിവിടെ ഒരു ഉദാഹരണം നോക്കുവാണെങ്കിൽ, ഇപ്പൊ സപ്പോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 10 lakhും ടാക്സ് എന്ന് പറയുന്നത് 1,12,500 ആണെങ്കിൽ നമുക്ക് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 1,12,500 ഡിവൈഡഡ് ബൈ 10 lakh ഇൻറ്റു 100 വിച്ച് മീൻസ് 11.25%. ഇങ്ങനെ ചെയ്താണ് നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് മാക്സിമം മാർജിനൽ റേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണ് നമ്മൾ ഇൻകം ഒരു പേഴ്സണ് നമ്മൾ ടോട്ടൽ ഇൻകം ടാക്സബിൾ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ ഓരോ ആൾക്കാരുടെ ഇൻകം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പൊ ചിലവർക്കൊരു മിനിമം ലിമിറ്റിന്റെ അടുത്ത് കിടക്കണായിരിക്കും, ചിലർക്ക് അതിലും ഭയങ്കര കൂടുതലായിരിക്കും ടാക്സ് ഉണ്ടാവുന്നത്. സോ ഒരു വ്യക്തിയുടെ ഹയസ്റ്റ് സ്ലാബ് ഓഫ് ടാക്സ്, അതായത് ഏറ്റവും കൂടുതൽ മാക്സിമം ഒരാളുടെ ടാക്സ് റേറ്റ് എത്രയാണോ അതിനെയാണ് മാക്സിമം മാർജിൻ റേറ്റ് എന്ന് പറയുന്നത്. അത് പേഴ്സൺ ടു പേഴ്സൺ മാറി നിൽക്കും. ചിലപ്പോൾ ഒരാളുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 10% ആണെങ്കിൽ വേറൊക്കെ 30% ആയിരിക്കും. പിന്നെ അതുകൂടാതെ അതിൻ്റെ കൂടെ സർചാർജ്, എഡ്യൂക്കേഷൻ സെസ് എന്ന് പറഞ്ഞ് വേറെ ആഡ് ഓൺ ഒക്കെ വരും. അപ്പോൾ ഒരു വ്യക്തിയുടെ മാക്സിമം, അതായത് ഹയസ്റ്റ് റേറ്റ് ഓഫ് ടാക്സ് വരുന്നതാണ് എന്ത്, മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആക്സിലറേറ്റഡ് അസസ്മെന്റ് ഓർ അസസ്മെന്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇറ്റ്സെൽഫ്. നമ്മൾ തുടക്കത്തിലൊക്കെ കണ്ടു, നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് അസസ്മെന്റ് ഇയറിലാണ് ടാക്സ് കൊടുക്കുന്നതെന്ന് കണ്ടു. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ഈ ഒരു 5 പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് നമ്മൾ പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് പേ ചെയ്തു. ഞാൻ ഒന്നും കൂടി പറയുന്നു, നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് അസസ്മെന്റ് ഇയറിലാണ് നോർമലി ടാക്സ് പേ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു 5 കേസിൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ ഇൻകത്തിന് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് പേ ചെയ്തു. നമുക്കത് എന്താണെന്നൊക്കെ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻകം ഓഫ് നോൺ റെസിഡന്റ് ഫ്രം ഷിപ്പിംഗ് ബിസിനസ്. അതായത് ഇപ്പൊ നോൺ റെസിഡന്റ് ആയിട്ടുള്ള ഷിപ്പിംഗ് ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർ. നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇപ്പൊ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഇന്ത്യയിൽ അല്ലാതെയുള്ള ഷിപ്പിംഗ് കമ്പനീസ് ഉണ്ടാവും. സോ അവര് ഇന്ത്യയിൽ വന്നിട്ട് ഇൻകം ഏൺ ചെയ്തു. ഓക്കെ, അപ്പൊ ഇൻകം ഏൺ ചെയ്യാന്ന് പറഞ്ഞാൽ അവര് ആ ഒരു വർഷം വന്നിട്ട് അവര് ത്രൂ ഔട്ട് ഒരു 2-3 വർഷം അവർ ആ ഒരു പോർട്ടിൽ തന്നെ കിടക്കണമെന്നൊന്നുമില്ല. സോ അവര് ചിലപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്കും അവർ അടുത്ത പോർട്ടിലേക്ക്, അതായത് വേറെ രാജ്യത്തിലേക്ക് ചിലപ്പോൾ മൂവ് ചെയ്യാൻ തീരുമാനിച്ചായിരിക്കും. സോ അങ്ങനെയുള്ള സമയത്ത് അവർ ഇന്ത്യയിൽ നിന്ന് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ആ കൊല്ലം തന്നെ, അതായത് പ്രീവിയസ് ഇയറിൽ തന്നെ ടാക്സ് പേ ചെയ്യാതെ അവർക്ക് ആ പോർട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. അതായത് ആ വർഷത്തെ 2020 ഏൺ ചെയ്യുകയാണെങ്കിൽ ആ 2020 തന്നെ ടാക്സ് പേ ചെയ്തിട്ടേ അവർക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. Second one, income of a person leaving India who is not returned back in nearby. അതായത് ഇന്ത്യയിലുള്ള ഒരു വ്യക്തി തന്നെ ആയിരിക്കും ഒരു പക്ഷെ, അയാള് ഇന്ത്യ വിട്ടു പോവുകയാണ്. അതായത് ഈ അടുത്ത റീസെന്റ് ഒന്നും പുള്ളി തിരിച്ചു വരില്ല, ചിലപ്പോൾ തിരിച്ചു വന്നില്ല എന്നും വരും. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു പേഴ്സണ് ആ ഒരു വർഷം ഇൻകം ഏൺ ചെയ്യുവാണെങ്കിൽ ആ ഒരു സെയിം ഇയറിൽ തന്നെ ടാക്സ് പേ ചെയ്യണം. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. Third one, AOP or BOI formed for a short period. ഇപ്പൊ AOP or BOI എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. അവരൊരു ചെറിയൊരു ഷോർട്ട് പീരീഡ്, ലെസ് ദാൻ ഒരു 1 ഇയറിന് വേണ്ടിയൊക്കെയാണ് ഫോം ചെയ്തിട്ടുള്ളെങ്കിൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സെയിം ഇയറിൽ തന്നെ ടാക്സ് പേ ചെയ്യണം. ഫോർത്ത് വൺ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ടു അവോയ്ഡ് ടാക്സ്. അതായത് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടി
ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ ആ പ്രോപ്പർട്ടി മേ ബി മൂവബിൾ ആവാം ഇമ്മൂവബിളും ആവാം. സോ പർപ്പസ് എന്ന് പറയുന്ന അവോയ്ഡ് ടാക്സ് ആണെന്നാണെങ്കിൽ ആ വർഷം തന്നെ അവർ ടാക്സ് പേ ചെയ്യണം. ലാസ്റ്റ് പോയിന്റ്, ഡിസ്കണ്ടിന്യൂ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് ഇപ്പോൾ ഒരു അസസി അയാൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണായിരിക്കും. സോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രോഫിറ്റോ ലോസോ ഒക്കെ കാരണം കൊണ്ട് ചിലപ്പോൾ അയാൾ ഒരു ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ 2020 അയാൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിക്കുമെങ്കിൽ സോ അതുവരെയും കിട്ടിയ ടാക്സിന് ആ ഒരു വർഷം തന്നെ അയാൾ ടാക്സ് പേ ഓഫ് ചെയ്യണം. അതാണ് ഡിസ്കണ്ടിന്യൂൻസ് ഓഫ് എ ബിസിനസ് ഓർ പ്രൊഫഷൻ. അതായത് അടുത്ത വർഷത്തേക്ക് ആവാൻ നിൽക്കില്ല, 2021 ആവാൻ നിൽക്കില്ല, ആ 2020 തന്നെ അയാളെ കൊണ്ട് ടാക്സ് പേ ചെയ്യിപ്പിക്കും. ഇത്രയാണ് എന്ത് ആക്സിലറേറ്റഡ് അസസ്മെന്റ് ഓർ അസസ്മെന്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇറ്റ്സെൽഫ്. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സെപ്ഷൻസ് ടു ദി ജനറൽ റൂൾ ദാറ്റ് ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രീവിയസ് ഇയർ ഈസ് പേയബിൾ ഇൻ ദി അസസ്മെന്റ് ഇയർ എന്നും പറയും. ഒരു എക്സെപ്ഷൻസ് ആണല്ലോ നമ്മൾ ജനറലി കാണുന്നതിന്റെ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഇത് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു ടോപ്പിക്കോടുകൂടി ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാക്കി നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.